ഫ്രണ്ട്സ്, നമ്മൾ കാണാൻ പോകുന്നത് പോത്തുണ്ടി ഡാമാണ്. പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ഡാമാണ്. നെല്ലിയാമ്പതിയുടെ താഴ്വരത്തെ സ്ഥിതി ചെയ്യുന്നതാണ്. പിന്നെ ഇത് പോകുന്ന റൂട്ട് വന്നിട്ട് ചില്ലഞ്ചേരി, നെന്മാറ, പോത്തുണ്ടി. അപ്പോൾ ചില്ലഞ്ചേരിയെ കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. മനോഹരം, വിനീത് ശ്രീനിവാസൻ്റെ മനോഹരം എന്ന സിനിമ, പിന്നെ മോളി ആൻറ്റി, രേവതിയുടെ, അങ്ങനെയൊക്കെ ഒരുപാട്, ജിലേബി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നെന്മാറ ഏറ്റവും ഫേമസ് ആയ നെന്മാറ വല്ലങ്ങി വേല, വെടിക്കെട്ടുകളുടെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ കേരളം മൊത്തം ആൾക്കാർ ഫുള്ളും വരുന്നൊരു വേലയാണ് നെന്മാറ വല്ലങ്ങി വേല. അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ പോത്തുണ്ടി എന്ന് പറയുമ്പോൾ പോത്തുണ്ടിയിൽ ഒരുപാട് ഷൂട്ടിംഗ് ഒക്കെ ചെയ്ത സ്ഥലം തന്നെയാണ്. ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും ജലസംബന്ധത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിനോദയാത്ര പാതിമ്പലം അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് അങ്ങോട്ട് പോകാം. അതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ പോത്തുണ്ടി എത്തിക്കഴിഞ്ഞു. പോത്തുണ്ടിയുടെ മുൻവശത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്കവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് എൻട്രൻസ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. ഇത് പോകുന്നത് ഗാർഡനിലേക്കാണ്. ഗാർഡനിൽ ഒരു സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ അവിടേക്ക് എത്താൻ പറ്റും. പക്ഷേ 7 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഉൾവശം കാണിച്ചു തരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ആ കാണുന്നത് നെല്ലിയാമ്പതിയാണ്. ഒരു കോടയൊക്കെ നിറഞ്ഞ് കോട അങ്ങനെ മൂടി നിൽക്കുന്ന ടൈമാണ്. സമയം 7 മണിയായിട്ട് ഒരു ചാറ്റൽ മഴ പെയ്തു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫീൽ ഇവിടെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ അത്രയും കുളിരുണ്ട്, നല്ലൊരു കുളിർമയാകുന്നൊരു ഇതുണ്ട്. ഇതാണ് വാട്ടർ അതോറിറ്റി. ഇതിനാണ് കുടിവെള്ള പദ്ധതിയായിട്ട്, പോത്തുണ്ടിയിൽ കുടിവെള്ള പദ്ധതിയായിട്ട് പല നെന്മാറയും അവിടെ എല്ലാം എത്തുന്നത്. നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു ഫോട്ടോഷൂട്ടും പറ്റിയ ടൈം തന്നെയായിരുന്നു അത്. നല്ലൊരു ഭംഗി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പം തന്നെ. എന്താ വെച്ചാൽ ആ ക്ലൈമറ്റ്, ഈ ഒരു മോർണിംഗ് ക്ലൈമറ്റാണ്. അതുപോലെ തന്നെ ഈവനിങ് ക്ലൈമറ്റിനും ഇതേ ഫോട്ടോഷൂട്ടിന് അതിനൊക്കെ നമുക്കൊരു അതിൻ്റെ ഒരു ഭംഗി നമ്മൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു ടൈം തന്നെയാണ് ഇപ്പോൾ. ഇതിന് മുൻവശത്തായിട്ട് സ്ഥാപിച്ച സ്ഥിരസ്ഥാപനമാണ്. അപ്പോൾ ഇതിൻ്റെ വർഷം, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. ഒരു ഫോട്ടോഷൂട്ടൊക്കെ പറ്റിയൊരു
നമുക്ക് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ബാക്ക്ഗ്രൗണ്ടായി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയൊരു തന്നെയാണ്. ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലാണ്. ബാക്ക് സൈഡ് വീട് മലകളാണ്. നെല്ലിയാമ്പതിന് മലകളാണ് കാണുന്നത്. ഇതിന് 1 കിലോമീറ്ററോളം ഡാമുണ്ട്. നമുക്ക് ആ വശത്തേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഗാർഡൻ നീണ്ടു കിടക്കുകയാണ്. അതേപോലെ ഡാമിൻ്റെ ചുവടുവശത്തായിട്ട് ഗാർഡൻ തന്നെ നീണ്ടു കിടക്കുകയാണ്. പുതുതായി തുടങ്ങിയിരിക്കുന്ന റോപ്പ് സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഓപ്പൺ ജിമ്മ് അതൊക്കെ ഇതിൽ കാണാം. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്ന ബുദ്ധിമുട്ട് കാരണം എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അത് ഓപ്പൺ ജിമ്മാണ് അവിടെ കാണുന്നത്. അതാ കാണുന്നത് നമ്മുടെ ഡാം എന്ന് പറയുന്നത്. മണ്ണുകൊണ്ട് നിർമ്മിച്ച ഡാമാണത്. ഇതാണ് റോപ്പ് സൈക്ലിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. ഇത് അവിടെ നിന്നാണ്. 100 മീറ്ററോ 200 മീറ്ററോളം നീളമുണ്ട് അതിന്. റോപ്പ് സൈക്ലിംഗ് പുതുതായി തുടങ്ങിയതാണിത്. അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് നെല്ലിയാമ്പതി, പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയാണ് കാണുന്നത്. കോട നിറഞ്ഞിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ ആണത്. കണ്ണിന് കുളിർമയേകുന്നൊരു വ്യൂ എന്ന് വരൊക്കെ പറയില്ലേ, അതേപോലെ നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഇതെല്ലാം കാണാൻ വേണ്ടി വരിക. മലനിരകൾ, നെല്ലിയാമ്പതി മല. നെല്ലിയാമ്പതിക്ക് കയറുന്ന എൻട്രൻസ് ആണ് ഈ റോഡ്. ഈ പോകുന്ന എൻട്രൻസിലേക്ക് നമുക്ക് നെല്ലിയാമ്പതിക്ക് ചുരം കയറുന്ന ഇതാണ്. നല്ലൊരു വ്യൂ ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വ്യൂ ഇതിലുണ്ട്. ഹരിതഭംഗിയോട് അതായത് എൻട്രൻസ് ആണ്. ഇവ കാണുന്നത് എൻട്രൻസ് ആണ്. അവിടെ നിന്നാണ് നമുക്ക് എൻട്രൻസ് എടുത്തിട്ട് പോകുന്നത്. ഡാമിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. ഒരു പച്ചപ്പിൻ്റെ ഫീലിംഗ് നമുക്കിത് കാണാൻ സാധിക്കും. ഒരു ചാറ്റൽ മഴയൊക്കെ പെയ്ത കാരണം അതിൽ കോട നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായൊരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഹരിതഭംഗിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, ഫുൾ പച്ചപ്പ്. ഇതിനുള്ളിൽ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അത്ര വർണ്ണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ഭംഗിയായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളാണത്. കാഴ്ച കണ്ടിങ്ങനെ കണ്ണും തട്ടി ഇരിക്കുക അറിയില്ലേ, അതേപോലെയാണ് ഈ ഫീലാണ് ഇപ്പോൾ എനിക്ക് അനുഭവപ്പെടുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പോകാത്ത ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് എനിക്ക് ഉള്ളൂ. നിങ്ങൾ ഉള്ളിലെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് തിരിക്കാം, യാത്ര അവസാനിച്ച് വീട്ടിലേക്ക് തിരിക്കാം. അതിനുമുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. സൈനിങ് ഔട്ട്, അരുൺ, ഫ്രണ്ട്സ് മീഡിയ.